ക്രിമിനൽ നിയമങ്ങൾ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലുകൾ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ എന്നീ ബില്ലുകൾ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമവും, അതായത് IPC, 1898 ക്രിമിനൽ നടപടിച്ചട്ടവും, അതായത് CRPC, 1872 ഇന്ത്യൻ തെളിവ് നിയമത്തിനും പകരമായിട്ടാണ് യഥാക്രമം ഭാരതീയ ന്യായ സംഹിത അഥവാ BNS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അഥവാ BNSS, ഭാരതീയ സാക്ഷ്യ അഥവാ BS എന്നീ നിയമങ്ങൾ ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഇനി ഈ ബില്ലുകൾ എന്താണെന്ന് വിശദമായി പരിചയപ്പെടാം. പുതിയ ബില്ലുകൾ പ്രകാരം ഒരു വ്യക്തി പരാതിപ്പെട്ടതിന് ശേഷം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് 3 മുതൽ 14 ദിവസം വരെയേ എടുക്കാവൂ. 3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി 14 ദിവസത്തിനുള്ളിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് പ്രധാന വ്യവസ്ഥ. 3 മുതൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ പ്രാഥമിക അന്വേഷണം 14 ദിവസത്തിനകം പൂർത്തിയാക്കണം. കുറഞ്ഞ ശിക്ഷയുള്ള കേസുകളിൽ 3 ദിവസത്തിനകം FIR ഫയൽ ചെയ്യണം. ആൾക്കൂട്ട കൊലപാതകത്തിന് വധശിക്ഷയ്ക്ക് ശുപാർശയുണ്ട് പുതിയ നിയമത്തിൽ. 5 അതിൽ കൂടുതലോ പേർ ചേർന്ന് ജാതി, ഭാഷ, വിശ്വാസം എന്നിവയുടെ പേരിൽ കൊല നടത്തിയാൽ ആൾക്കൂട്ട കൊലയാകും എന്നുള്ളതാണ് പുതിയ നിർവചനം. കേസിൽപ്പെട്ട രാജ്യത്തിന് പുറത്തുള്ളവർ 90 ദിവസത്തിനകം കോടതിക്ക് മുമ്പാകെ ഹാജരായില്ലെങ്കിൽ അവരുടെ അസാന്നിധ്യത്തിൽ വിചാരണ നടത്തുന്ന ട്രയൽ ഇൻ ആബ്സെൻസ് വ്യവസ്ഥ പുതിയ നിയമപ്രകാരം ഉണ്ടാകും. കുറ്റവിമുക്തനാകാനുള്ള അപേക്ഷ സമർപ്പിക്കാൻ പ്രതിക്ക് 7 ദിവസം ലഭിക്കും. 7 ദിവസത്തിനുള്ളിൽ ജഡ്ജി വാദം കേട്ടിരിക്കണം. 120 ദിവസത്തിനുള്ളിൽ കേസ് വിചാരണയ്ക്ക് വരും. കുറ്റകൃത്യം നടന്ന് 30 ദിവസത്തിനുള്ളിൽ ഒരാൾ കുറ്റം സമ്മതിച്ചാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കും. 30 ദിവസത്തിനകം എല്ലാ രേഖകളും ഹാജരാക്കണം. അതിൽ താമസം വരുത്താൻ പാടില്ല. മനുഷ്യക്കടത്ത് നിയമങ്ങൾ ലിംഗഭേദമില്ലാത്തതാക്കി. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ പുതിയ നിയമങ്ങൾക്ക് കീഴിൽ പോക്സോ തത്തുല്യമായ വകുപ്പുകൾ സ്വയമേവ കൊണ്ടുവരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വാഹന അപകടത്തിൽ പരിക്കേറ്റയാളെ അതേ ഡ്രൈവർ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ചെറിയ ശിക്ഷയാകും ലഭിക്കുക. ഹിറ്റ് ആൻഡ് റൺ കേസിന് കടുത്ത ശിക്ഷ ലഭിക്കും. നിലവിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിക്കുകയാണെങ്കിൽ ഡോക്ടർ കൊലക്കുറ്റത്തിന് നടപടി നേരിടേണ്ടി വരുന്നുണ്ട്. ചികിത്സാ പിഴവ് കാരണമുള്ള മരണത്തിന് ഡോക്ടർമാർക്കെതിരെ IPC 304A പ്രകാരമാണ് നിലവിൽ കേസെടുക്കുന്നത്. 2 വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പാണിത്. ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം, അതായത് IPC 304 പലപ്പോഴും ഡോക്ടർമാർ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇതിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ നിവേദനമനുസരിച്ച് ആ ക്രിമിനൽ കുറ്റം ഒഴിവാക്കി. രാജ്യത്തിൻ്റെ പരമാധികാരം, സുരക്ഷ, അഖണ്ഡത, സാമ്പത്തിക സുരക്ഷ എന്നിവയ്ക്ക് നേരെയുള്ള ഏത് ഭീഷണിയും ആക്രമണവും തീവ്രവാദമായി കണക്കാക്കുമെന്നുള്ളതാണ് പുതിയ നിർവചനം. ഇന്നലെ ലോക്സഭയിൽ ഇന്ത്യ മുന്നണി അംഗങ്ങളുടെ അസാന്നിധ്യത്തിലായിരുന്നു 3 ബില്ലുകളുടെ ചർച്ചയും പാസാക്കലും.